തിരുവോണത്തിന് നാടായ തൃക്കാക്കര ഓണത്തെ ആഘോഷത്തോടെയും ഗംഭീരമായ ആചാരങ്ങളോടെയുമാണ് വരവേൽക്കുന്നത്. മഹാബലി എതിരേൽക്കുന്ന ചടങ്ങ് നടന്നു. ഉത്സവാഘോഷങ്ങൾക്ക് ആയിരങ്ങളാണ് എത്തിയിരിക്കുന്നത്. ഡാനി പോൾ അവിടെ തൃക്കാക്കരയിലുണ്ട്. ഡാനി, മഹാബലി എതിരേൽക്കുന്ന ചടങ്ങാണ് തൃക്കാക്കരയിലെ ഏറ്റവും പ്രധാനം. തൃക്കാക്കര മഹാബലിയുടെ മണ്ണാണ് എന്നാണല്ലോ വിശ്വാസവും സങ്കല്പവും. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഡാനിയിലേക്ക് വരാം. നമുക്കറിയാം തൃക്കാക്കരയുടെ ഐതിഹ്യവും ചരിത്രവും മറ്റും. ഓണം ഏറ്റവും അധികം ആഘോഷിക്കുന്നത് തൃക്കാക്കരയപ്പൻ്റെ മണ്ണിലാണ്. അവിടേക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തജനലക്ഷങ്ങൾ ഒഴുകുകയാണ് ദിവസങ്ങളിലായി. ഇന്നും സമാനമായ തിരക്ക് തൃക്കാക്കരയിലുണ്ട്. ഡാനി, സവിശേഷമായ ചടങ്ങുകളാണ്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? രഞ്ജിത്ത്, രാവിലെയുള്ള ചടങ്ങുകൾ എല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങ്, വാമനമൂർത്തി വേഷധാരിയായ കുട്ടി ചെന്ന് പ്രതീകാത്മകമായി മഹാബലി എതിരേൽക്കുന്ന ചടങ്ങ്, അതാണ് ഏറ്റവും വിശേഷപ്പെട്ടതായി നടന്നത്. അത് നടന്നു കഴിഞ്ഞു. ശ്രീബലി ഇപ്പോൾ 9 ഗജവീരന്മാരകമടിയുള്ള ശ്രീബലി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ തൃക്കാക്കരയിലേക്ക് വരുമ്പോൾ ഈ തിരുവോണ ദിവസം എടുത്ത തിരുവോണ സദ്യ തന്നെയാണ് നമ്മളുള്ളത്. ഇവിടെ ഈ ഓഡിറ്റോറിയത്തിലാണുള്ളത്. കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ ഈ തിരുവോണ ദിവസത്തിൽ ഈ സദ്യവട്ടങ്ങൾ തന്നെയാണ് എല്ലാമായിട്ട് വളരെ വിഭവസമൃദ്ധമായിട്ട് ഉള്ള സദ്യയാണ്. ഏതാണ്ട് 20,000-ഓളം പേർക്ക് സദ്യ വിളമ്പുന്നു എന്നതാണ്, ഈ ദിവസങ്ങളിൽ വിളമ്പുന്നു എന്നതാണ്. അപ്പോൾ നമുക്കറിയാം എന്തുമാത്രം തയ്യാറെടുപ്പും കാര്യങ്ങളും എല്ലാം തന്നെ അതിന് വേണമെന്ന്, എത്രമാത്രം കൃത്യമായി ചിട്ടവട്ടങ്ങളോടുകൂടി നടത്തണം. ഇതിന് അപ്പുറത്ത് 2 ഗേറ്റുകളിലായിട്ട് ഇവിടേക്ക് കടന്നു വരുന്നത്. ഇതെല്ലാവർക്കും ഇവിടെ വന്ന് ഈ സദ്യ കൊണ്ട് പോകാം. തൃക്കാക്കരയുടെ ഒരു മഹോത്സവമായിട്ടാണ് നാനാജാതി മതസ്ഥർ എല്ലാവരും തന്നെ ഇതിൻ്റെ ഭാഗമാക്കാകുന്നു എന്നത് തന്നെയാണ് ഈ ഒരു മഹോത്സവത്തിൻ്റെ എന്തുകൊണ്ട് ഓണം തൃക്കാക്കരയിൽ വലിയ മഹോത്സവമാകുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായിരിക്കുന്നത്. 10:15 മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. നമുക്കൊപ്പം ഈ സംഘാടക സമിതിക്കൊപ്പം നിൽക്കുന്ന നരേന്ദ്രനെങ്കിൽ ചേരുന്നു. എന്തുമാത്രം വിഭവങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. വിഭവങ്ങൾ, 4 കൂട്ടം അച്ചാർ, അതുപോലെ 2 കൂട്ടം പായസമായിട്ട് എല്ലാം വിഭവസമൃദ്ധമായ സദ്യയുണ്ട്. നമ്മുടെ തിരുവോണ നാളിന് മാവേലി മന്നനെ ബഹുമാനിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. കാരണം നമ്മളെല്ലാവരും കേരളീയർ ആഘോഷിക്കുന്ന ഓണത്തിന് തുടക്കം ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് സദ്യ ആരംഭിക്കുകയാണ്. വിഭവസമൃദ്ധമായ ഫലഭൂയിഷ്ടമായ കാർഷിക അഭിവൃദ്ധിയുടെ സമയമാണ് ഓണം. അതുമായി അനുബന്ധപ്പെട്ട ഓണത്തിന് ഉണ്ട്. ഒരു 10-30 കൊല്ലമായി, 30 കൊല്ലത്തിന് മുമ്പ് ഞങ്ങൾ നാട്ടുകാർ അവിടെ നിന്നൊക്കെ ചേനയും തുടങ്ങിയ, അന്ന് ചേന കാച്ചിൽ തുടങ്ങിയ സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ച് ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു സദ്യയാണ് പിൽക്കാലത്ത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ായിരിക്കുന്നതാണ് ഔദ്യോഗികമായ രീതിയിൽ ഇങ്ങനെ ഒരു പൊതുസദ്യയായിട്ട് തുടങ്ങുന്നത്. അതൊരു 10-30 കൊല്ലം, 25 കൊല്ലം നമ്മൾ സാധാരണ രീതിയിൽ കഴിഞ്ഞ ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. നമുക്ക് അതിലേക്ക് വരാം അല്പസമയത്തിനകം എന്ന് കരുതുന്നു.